3. നമസ്കാരം, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് നിങ്ങളിലെത്തിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കോതോറമ്പ് എന്ന സ്ഥലത്ത് 35 വയസ്സുള്ള ഷെജീറ എന്ന പെൺകുട്ടിയുടെ വളരെ ദയനീയമായ ഒരവസ്ഥ നിങ്ങളെ അറിയിക്കുക എന്നാണ് എൻ്റെ ദൗത്യം. ഒരു 6 വർഷം മുമ്പ് ഷെജീറയുടെ കിഡ്നി തകരാറിലാവുകയും അവരുടെ കുടുംബം അത് വീടടക്കം വിറ്റുകൊണ്ടാണ് ആ ഓപ്പറേഷൻ നടത്തുകയും അവളെ പൂർണ്ണ ആരോഗ്യവതിയായി നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അവളുടെ കിഡ്നി വീണ്ടും തകരാറിലായിരിക്കുകയാണ്. ഇപ്പം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ പകച്ചു നിൽക്കുകയാണ്. ഡയാലിസിന് തന്നെ പൈസ ഇല്ലാത്ത രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 3 ഡയാലിസിസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഒന്നിടവിട്ട് നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അവളുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമാണെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഒരാളുടെ ഒന്നിടവിട്ട് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അവളുടെ വിവാഹശേഷം അവൾ ഒരുപാട് ചാരിറ്റിയിൽ സഹകരിച്ചിരുന്ന ഒരു കക്ഷിയായതുകൊണ്ട് അതെനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും അത് എടുത്തു പറയുന്നത്. അവളെ വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഉത്തരവാദിത്വമാണ്. കാരണം നമ്മൾ ആർക്കും ഇത് സംഭവിക്കാം, ഏത് സമയവും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ആളുകളുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന. പക്ഷേ ഷെജീറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് ഷെജീറയുടെ. അവസാനം വീട് വിറ്റ് അവർക്ക് ഈ ഓപ്പറേഷനൊക്കെ നടത്തി ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. വീണ്ടും അത് പോയപ്പോൾ അവരാകെ തകർന്നിരിക്കുകയാണ് ആ കുടുംബം. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഷെജീറാക്ക് ഒരു പുതുജീവൻ നൽകാൻ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം. മുന്നും ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ തന്നെ നിങ്ങളെല്ലാവരും ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ആ സഹായ സഹകരണങ്ങളിൽ തന്നെ ഷെജീറയുടെ കാര്യത്തിലും ഒട്ടും പിന്നോട്ടാകാതെ മുന്നോട്ട് വന്നുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കുകയും ഷെജീറയുടെ ഓപ്പറേഷൻ നമുക്ക് എല്ലാവർക്കും കൂടി എത്രയും പെട്ടെന്ന് നടത്തിക്കൊണ്ട് അവളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ അവളുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഞാനിതിൽ വെക്കുന്നുണ്ട്. അവളുടെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളത് കാണണം. നമ്മളുടെ കുടുംബത്തെ ഒരാളായി കണ്ടുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിലും ഒക്കെ തന്നെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഇതൊരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് MES അസ്മാബി കോളേജിൽ പഠിച്ചിരുന്ന മുഴുവൻ ആളുകളും ഇതൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവൾക്കൊരു പുതുജീവൻ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.